റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? കെ ആണ്. നമുക്കറിയാം I ഈസ് ഈക്വൽ ടു എന്താണ്? എം കെ സ്ക്വയർ. I ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ ആണ്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് I ബൈ എം. കെ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് I ബൈ എം എന്ന് വരും. I എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. I എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. അതുപോലെ എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ദി ബോഡി. മാസ് ഓഫ് ദി ബോഡി. പിന്നെ നമ്മൾ പറയേണ്ട വേറൊരു ടേമാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്താണെന്ന് പറയണം. നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. പക്ഷേ വി എന്ന് പറയുന്നത് എന്താണ്? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ആംഗുലർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. നമുക്കപ്പോൾ വിക്ക് വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കെ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ ഒമേഗ സ്ക്വയർ എന്ന് വരും. അതായത് ഹാഫ് എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരും. ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരും. അതായത് ഈ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ടേം എന്താണ്? നമുക്ക് ഇക്വേഷനിൽ നോക്കിയാൽ കാണാം. ഇവിടെ ഒരു എം ആർ സ്ക്വയർ എന്ന് കാണാം. എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണ്. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ്. ഇവിടെ ഈ എം ആർ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒമേഗ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇനി ഫാക്ടേഴ്സ് വിച്ച് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഡിപ്പെൻഡ്സ്. അതായത് ഒരു റിജിഡ് ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് on which moment of inertia of a rigid body depends. റിജിഡ് ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്താണ്? മാസ് ഓഫ് ബോഡി. പിന്നെ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി ബോഡി. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് about axis of rotation. Distribution of mass about axis of rotation. പിന്നെ position and orientation of axis of rotation. Position and orientation of axis of rotation. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ഒന്ന് മാസ് ഓഫ് ദി ബോഡി, പിന്നെ അതുപോലെ സൈസും ഷേപ്പ് ഓഫ് ദി ബോഡി, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. റൊട്ടേഷണൽ ആക്സിസിൽ ഉണ്ടാകുന്ന മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതുപോലെ പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസിൻ്റെ പൊസിഷനും ഓറിയൻറ്റേഷനും ഒക്കെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഒരു റിജിഡ് ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.